காட்டுமிருகங்களின் தாக்குதல் தொடர்கதையான போது அரசு வாக்குறுதிகள் நடைமுறைப்படுத்துவது கிடையாது என்ற குற்றச்சாட்டுடன் இடுக்கி எம்பி டீன் குரியாக்கோஸ் 3 முக்கிய கோரிக்கைகளை முன்வைத்து மூணாறில் காலவரையற்ற உண்ணாவிரத போராட்டம் ஆரம்பித்துள்ளது. கடந்த தினம் இரவு கன்னிமலையில் சுரேஷ்குமார் என்ற ஆட்டோ ஓட்டுநரை காட்டு யானை தாக்கிக் கொண்டது. சம்பவத்தில் எதிர்ப்புகள் அதிகரித்தன. இதன் பாகமாக இடதுசாரி ஹர்த்தால் அழைப்பு விடுத்தது. மரணமடைந்த சுரேஷ்குமாரின் குடும்பத்திற்கு இழப்பீடு தொகை கைமாறியதை தொடர்ந்து ஹர்த்தால் பின்வாங்கப்பட்டது. அதே நேரம் தோட்டப்பகுதியில் சந்தேகக்கூடிய காட்டுமிருகங்களுடைய முழுமையாக தீர்வு காண வேண்டும் என்ற கோரிக்கையுடன் இடிக்கம்பி டீன் குரியாக்கோஸ் மூணாறில் காலவரையற்ற உண்ணாவிரத போராட்டம் ஆரம்பித்தார். 3 முக்கிய கோரிக்கைகளை முன்வைத்துதான் போராட்டம். அரசின் பிராண்ட் அம்பாசிடரான படையப்பா என்ற காட்டுக்கொம்பனை பிடித்து மாற்ற வேண்டும். தென்மலையில் கடந்த தினம் கன்னிமலையிலும் தாக்குதல் நடத்தி மனித உயிர்களுக்கு பீதியாக மாறிய காட்டு யானைகளை பிடிக்க வேண்டும். இடுக்கி மாவட்டத்திற்கு வனத்துறை அமைச்சர் அனுமதித்த சிறப்பு RRT സംഘം നിയമിக்க வேண்டும் போன்ற കോരിക്കയിലെ മുൻവൈത്തതാണ് പോരാട്ടം ആരംഭിച്ചത്. അതിദാരുണമായ സംഭവത്തിൽ സുരേഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ദാരുണമായ ആന ചവിട്ടിയുള്ള മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ്, പ്രതിഷേധവും രേഖപ്പെടുത്തുകയാണ്. കാരണം തുടർച്ചയായി രണ്ടാമത് വട്ടമാണ് എസ്റ്റേറ്റ് മേഖലയിൽ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഇങ്ങനെ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുള്ളത്. ഇത് സർക്കാരിന്റെ പാളിച്ചയാണ്. ഒന്നാമതായി പറയുന്ന കാര്യം അതാണ്. ഇത് കേവലം ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വീഴ്ചയായി തള്ളിക്കളയാൻ ഞങ്ങൾക്കാവില്ല. ഇങ്ങനെ ഒരു സംഭവം UDF ഗവൺമെന്റ് എങ്ങാനും ഭരിക്കുന്ന സമയത്താണ് ഇവിടെ ഉള്ളത് എങ്കിൽ അത് സർക്കാരിന്റെ പാളിച്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമത് സമരം ചെയ്യുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയായിരിക്കും. UDF ഭരിക്കുമ്പോൾ ഇത് സർക്കാരിന്റെ കുഴപ്പവും ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇത് ഉദ്യോഗസ്ഥരുടെ കുഴപ്പവും എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ ഞങ്ങളില്ല. ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കുറ്റമാണ്, കുറവാണ്, കുഴപ്പമാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് ആവർത്തിച്ചു പറയാനുള്ള കാരണം, തെന്മലയിൽ പാവപ്പെട്ട മറ്റൊരു തൊഴിലാളി മരിച്ചപ്പോൾ 1 മാസം മുമ്പാണ്. അന്ന് പറഞ്ഞ ഉറപ്പുകൾ ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. അത് പാലിക്കപ്പെടേണ്ടതല്ലേ? ഇവിടെ സ്പെഷ്യൽ RRT നിയോഗിക്കുമെന്ന് പറഞ്ഞിട്ട് എവിടെ എത്തി? രാത്രികാലങ്ങളിൽ വഴിയിൽ സഞ്ചരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വ്യക്തം. പക്ഷേ ഇപ്പോൾ പട്ടാപ്പകൽ പോലും ഇവിടെ ആർക്കും സഞ്ചരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള സത്യം. എത്രയോ സഞ്ചാരികൾ കടന്നു പോകുന്ന മേഖലയാണ്. ആരുടെ ജീവനാണ് ഇവിടെ സുരക്ഷയുള്ളത്? സർക്കാർ എന്ത് ചെയ്തു? അപ്പം അതുകൊണ്ട് ഞങ്ങൾ വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള 3 ഡിമാൻഡുകൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഒന്ന്, പടയപ്പ എന്ന് പറയുന്ന പ്രശ്നകാരിയായ ഒരാന ഈ നാട്ടിൽ ഇറങ്ങി വിലസുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വർഷങ്ങളായി. പക്ഷെ പടയപ്പയ്ക്ക് പ്രത്യേകമായ ആനുകൂല്യമാണ് സർക്കാർ കൊടുത്തിട്ടുള്ളത്. പടയപ്പ ഈ സർക്കാരിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ പടയപ്പയെ അരിക്കൊമ്പൻ മോഡലിൽ ഇവിടെ നിന്നും നാട് കടത്തണം. 2, ഇന്നലെ സുരേഷ് എന്ന ചെറുപ്പക്കാരനെ കൊന്നൊടുക്കിയ ആനയെ കണ്ടുപിടിച്ച് ആ ആനയെയും ഇവിടെ നിന്ന് നാട് കടത്തണം. ഇവിടെ കാട്ടാനക്കൂട്ടം സ്ഥിരമായി ശല്യം ചെയ്യുന്നുണ്ട്. മൃഗങ്ങളെ, വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കുന്നുണ്ട്. എത്രയോ നൂറുകണക്കിന് വളർത്തുമൃഗങ്ങളെയാണ് കൊന്നൊടുക്കിയിട്ടുള്ളത്, കടുവ ഉൾപ്പെടെ. അപ്പോ അങ്ങനെ പ്രശ്നകാരികളായിട്ടുള്ള ഈ മൃഗങ്ങൾ, കടുവയും പുലിയും കാട്ടുപോത്തും ഒക്കെ ഇറങ്ങി വിലസുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അവയെല്ലാം തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊള്ളണം. അതോടൊപ്പം തന്നെ മന്ത്രി പ്രഖ്യാപിച്ച സ്പെഷ്യൽ RRT അനുവദിച്ച് ഉത്തരവാകണം. ഇങ്ങനെ വളരെ വ്യക്തമായിട്ടുള്ള 3 ഡിമാൻഡുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഈ നാടിന് വേണ്ടിയിട്ടുള്ള ഒരു ധാർമ്മിക സമരമാണ് ഇവിടെ ബഹുമാനനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ CP മാത്യു പാർട്ടിയുടെ തീരുമാനം കൈക്കൊണ്ട് നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ ആരംഭിച്ചിട്ടുള്ള ഈ സമരം. மாவட்டத்தில் பல்வேறு பகுதிகளில் காட்டு யானை, காட்டுப்பன்றி உட்படவுள்ளவைகள் தான் மக்களின் இயல்பு வாழ்க்கையை துயரப்படுத்துவது. ஆனால் இதற்கு எதிராக வனத்துறையோ அரசோ எந்தவித நடவடிக்கையும் எடுக்காமல் மௌனம் காப்பதாக MP குற்றம் சாட்டினார். காங்கிரஸ் இடுக்கி மாவட்ட கமிட்டியின் உத்தரவின் அடிப்படையில் ஆரம்பித்த போராட்டத்தை DCC தலைவர் CP மாத்யூ, ரோய்கே போலோ, CK மணி போன்றவர்கள் உரையாற்றினர். நியூஸ் பீரோ மூணார்.